സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തറിയോ? എന്റെ കബറിടത്തിൽ നേർച്ച നടക്കരുതേ എന്നാ നബിന്റെ പ്രാർത്ഥന തന്നെ. അത് നമ്മൾ ചിന്തിക്കാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട്, കാരണം നബിക്ക് അറിയാം, കാരണം എന്താണെന്നറിയോ? അതുകൂടെ പറയണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് നബി പറയുന്ന ഒരു വാക്കുണ്ട്. ആയിഷ ലഅല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം മസാജിദാ. ആയിഷ, ജൂത ക്രിസ്ത്യാനികൾക്ക് ഒരു തെറ്റുണ്ട് ആയിഷ. ശരിക്കും റസൂലുള്ളാഹി പറയേണ്ടത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരനാണെങ്കിൽ, ഹൃദയമുള്ള സമസ്തക്കാരെ എങ്ങനെ ചിന്തിക്കും? നബി എന്താ പറയേണ്ടത്? ആയിഷ, ജൂത ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ പിഴവുണ്ടെങ്കിലും ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഗുണമുണ്ട് ആയിഷ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളുടെ കബറിടം കെട്ടി ഉയർത്തുന്ന പതിവോൽക്കുണ്ട് ആയിഷ. അതിൽ അവർ മിടുക്കന്മാരാണ് എന്നല്ലേ പറയേണ്ടത്? ഇനി അത് പുണ്യകരമാണെങ്കിൽ ലാനല്ലാഹു എന്നാ പറയാ, ബാറക്കല്ലാഹു എന്നല്ല പറയാ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ജനങ്ങളെ ശരിക്കാലോചിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോ പ്രാർത്ഥിക്കുന്നത് എന്താ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BP അങ്ങാടിയിൽ ഈ നേർച്ച, അവിടെ റസൂലിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ ലാ തജിഅ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബാകരുത്. അല്ലാഹുമ്മ ലാ തജിഅ ഖബരി ഈദ, എന്റെ ഖബറും പുറത്ത് ഈദ് നടക്കരുതേ റബ്ബേ, ഉറൂസ് നടക്കരുതേ. ലോകത്തിലൊരു പ്രവാചകന്റെ പ്രാർത്ഥന. ശരിക്കും നബി സമസ്തക്കാരനാണെങ്കിൽ നബി പ്രാർത്ഥിക്കേണ്ടത് എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ ആനയുള്ളെന്നുള്ളതും വെടിക്കെട്ടും ഉറൂസും ഈ ഖബർ, റബ്ബേ ഞാൻ നിന്റെ അന്തിമ ദൂതനാണ്, നിനക്ക് എന്നെ പോലെ ഇഷ്ടമുള്ള ഒരു നബിയില്ല, അതുകൊണ്ട് ഏറ്റവും വലിയ ഉറൂസ് ഇവിടെയാ നടക്കേണ്ടത്, നല്ലേ ദുആ ചെയ്യണ്ടേ. പടച്ചോനെ അത് നടക്കരുതേ എന്ന് ദുആ ചെയ്യണമെങ്കിൽ നബി അതിനെതിരല്ലേ? പിന്നെ ഏറ്റവും പ്രധാനമോ, അവിടെ വെച്ച് അള്ളാഹിനോടൊപ്പം അവർ വേറൊരാളെ വിളിക്കൂല, കുത്തുബിയത്ത് നടത്തൂല. അവിടെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഖബർ കെട്ടി ഉയർത്തി അവിടുത്തെ മഹാനെ വിളിച്ച് പ്രാർത്ഥിക്കൂല. ശരിക്കും പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഖബർ. ആ ഖബറിന്റെ അടുത്ത് വന്നിട്ട് കരയുന്ന സമസ്തക്കാരൻ അള്ളാന്റെ മുമ്പിൽ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം? ഓൻ ഈ വലിയനോടുള്ള വിശ്വാസം പടച്ചോനായിട്ട് അവന്റെ കൽബിലില്ല. ഇതാണ് മനുഷ്യരെ പച്ച സത്യം.